പടമേടിച്ച് പന്തളത്ത് നിന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ആർസണൽ ടീമിന്. അന്തസ്സായിട്ട് FA കപ്പിൽ നിന്നും കരവ കപ്പിൽ നിന്നും പുറത്തായതിനു ശേഷം ഇച്ചിരി വെയിൽ കൊള്ളാന്ന് വെച്ച് ദുബായിൽ ചെന്നപ്പോൾ അവിടെ അതിലും വലിയ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ടീമിന്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. ആർസണൽ ടീമിൻ്റെ ചെറിയ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് പറയാനാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. എല്ലാവരും ഏറെക്കുറെ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ടീമിൻ്റെ സ്ട്രൈക്കറായ കായ് ഹാവേർട്സ് ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്. ടീമിൻ്റെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന കായ് ഹാവേർട്സ് ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. സോ ഈ ഒരു സീസണിലേക്ക് ഈ താരത്തിനെ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് റിപ്പോർട്ട്സ് എല്ലാം കൺഫേം ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടീമിൽ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കളിക്കാൻ ആളില്ലാത്ത, അതായത് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ആർസണൽ ടീം കടന്നു പോകുന്നത്. ഗബ്രിയേൽ ജീസസ് ഓൾറെഡി ജനുവരിയിൽ ACL ഇഞ്ചുറി കാരണം ഇഞ്ചേർഡായി പുറത്തായിരുന്നു. അദ്ദേഹം ഔട്ട് ഓഫ് ദ സീസണാണ്. ഇനി കായ് ഹാവേർട്സിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി, ഇനി സീസണിലേക്ക് അദ്ദേഹത്തെ നോക്കണ്ട. സോ രണ്ടുപേരും പുറത്തായി. ദൈവം സഹായിച്ച് നമ്മൾ നേരത്തെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല രീതിയിൽ സൈനിങ് ഒന്നും നടത്താത്തത് കൊണ്ട് ഇനിയിപ്പോൾ കളിക്കാൻ ആ പൊസിഷനിൽ വേറെ ആളില്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടീമിൽ ഫ്രണ്ട് 3 കളിക്കാനായിട്ട് ഫിറ്റായിട്ട് ആകെ 3 പേരേ ഉള്ളൂ നിലവിൽ. അതാണ് ഇപ്പോഴത്തെ പ്രീമിയർ ലീഗിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആർസണൽ ടീമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ഒബാമയാങ്ങും ലക്കാസെറ്റൊക്കെ പോയ സമയത്ത് നമ്മൾ കാര്യമായിട്ടൊരു സ്ട്രൈക്കിംഗ് ഓപ്ഷനെ ടീമിലേക്ക് എത്തിച്ചില്ല എന്നുള്ളതാണ്. എൻകെറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പ്ലെയറെ നമുക്ക് പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല. സോ ആ പ്ലെയർ പോയി. ബാലഗൺ എന്ന് പറയുന്ന വളർന്നു വരുന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും പിടിച്ചെടുത്താൻ പറ്റിയില്ല. അദ്ദേഹവും വേണ്ട, അദ്ദേഹത്തിനെയും വിട്ടു. ആ ഒരു പ്ലെയറും പോയതിന് ശേഷം നമ്മൾ ഗബ്രിയേൽ ജീസസിനെ ആശ്രയിച്ച് കുറച്ച് നാൾ പറ്റുന്നില്ല. കായ് ഹാവേർട്സ് മിഡ്ഫീൽഡറായിട്ട് ടീമിലേക്ക് വന്നു. പിന്നെ അദ്ദേഹത്തെ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരി, കഴിഞ്ഞ 2 സീസൺ വന്നിട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ സീസൺ 2 പോയിന്റ് വ്യത്യാസത്തിൽ സിറ്റിയുടെ അടുത്ത് തോറ്റ് നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് പ്രീമിയർ ലീഗ് നഷ്ടപ്പെട്ടു. സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇതാണ് നമുക്ക് കപ്പടിക്കേണ്ട സീസൺ എന്ന് എല്ലാവരും പറഞ്ഞു. ആസം ഫാൻസും മീഡിയാസൊക്കെ പറഞ്ഞു. സോ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു നമ്മളൊരു സ്ട്രൈക്കറെ മേടിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പ്ലെയറെ കൊണ്ടുവന്നു, ഡിഫൻസിലേക്ക് കൊണ്ടുവന്നു, ഗോൾ കീപ്പിങ്ങിലേക്ക് കൊണ്ടുവന്നു, എന്തിന് സ്റ്റെർലിങ്ങിനെ വരെ ലോണിൽ കൊണ്ടുവന്നു. പക്ഷെ ഒരു സ്ട്രൈക്കറെ, ഒരു പ്രോപ്പർ നമ്പർ 9 കൊണ്ടുവരാൻ ചത്താലും നമ്മുടെ ടീം റെഡി ആയില്ല. ശരി, സീസൺ തുടങ്ങി. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആയിട്ട് സീസൺ കുറച്ചങ്ങോട്ട് പോയി. പ്രതീക്ഷിച്ച കാര്യങ്ങൾ പോയില്ല. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ എത്തി. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഗബ്രിയേൽ ജീസസിന് ACL ഇഞ്ചുറി ആയി. എല്ലാവരും ആദ്യം കുറച്ച് വറിയുടെ, പക്ഷെ ഒരുപാട് ഫാൻസ്, ഞാനടക്കമുള്ള ഫാൻസ് പറഞ്ഞു മേ ബി ദാറ്റ് കുഡ് ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞു. അനുഗ്രഹം ആവാം നമുക്കത്. മേ ബി അത് കണ്ടിട്ടെങ്കിലും ആർസണൽ മാനേജ്മെൻറ്റ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് ഇറങ്ങും എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം എല്ലാവരും അന്ന് നമ്മൾ ആ ഒരു മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ FA കപ്പിൽ തോറ്റ് പുറത്തായ മത്സരം, യുണൈറ്റഡിനെതിരെ തോറ്റ് പുറത്തായ മത്സരമാണ്. ആ സമയത്ത് ഗബ്രിയേൽ ജീസസൊക്കെ എത്തി ഫോമിലേക്ക് തിരിച്ചു വരുന്ന സമയമായിരുന്നു. സോ അപ്പോൾ ഞാനടക്കമുള്ളവർ പറഞ്ഞു ശരിയാണോ, ഇപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് കമത്തും, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു. നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ രീതി. അവസാനം 11ാമത്തെ മണിക്കൂർ എത്തിയപ്പോൾ ഉനൈ എമറിയുടെ അടുത്ത്, ആസ്റ്റൺ വില്ലയുടെ അടുത്ത് ചെന്നേക്കാണ് വാറ്റ്കിൻസിനെയും ചോദിച്ചു. അവർ പോടാവില്ലേ എന്ന് പറയുന്നുള്ളത് എന്തായാലും ഉറപ്പായിരുന്നു. ഞാൻ ഇപ്പോഴും ഈ ഒരു മൊമെൻ്റ് വരെ ഞാൻ വിശ്വസിക്കുന്നു അതൊരു PR സ്റ്റണ്ട് തന്നെയായിരുന്നു. ആസ്റ്റൺ ഫാൻസിൻ്റെ വായ അടപ്പിക്കാൻ അല്ലെങ്കിൽ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഒരു PR സ്റ്റണ്ട് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എനിവേ, അതും കഴിഞ്ഞു. അതിന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഏത് പ്രീമിയർ ലീഗിന് വേണ്ടി 3ാമതും പരിശ്രമിക്കുന്ന ആർസണൽ ടീമിൻ്റെ അവസ്ഥ. ഇനി ആർസണൽ ഫാൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാനടക്കമുള്ള ആർസണൽ ഫാൻസ് വളരെയധികം എക്സ്പെക്റ്റ് ചെയ്തൊരു ന്യൂസ് തന്നെയാണെന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം നമുക്കറിയാം ഇനി വരാൻ പോകുന്ന മത്സരങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇനി പ്രീമിയർ ലീഗിൽ മത്സരങ്ങളുണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ മത്സരം, നോക്കൗട്ട് ഫേസ് മത്സരങ്ങളൊക്കെ ഉണ്ട്. ബാക്കി 2 കോമ്പറ്റീഷൻ നമ്മൾ പുറത്തായി. ബട്ട് സ്റ്റിൽ ഈ 2 കോമ്പറ്റീഷൻ കളിക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ അവസ്ഥ നോക്കണമെങ്കിൽ പ്രീമിയർ ലീഗിൽ തിയററ്റിക്കലി ലിവർപൂളായിട്ട് 9 പോയിന്റിൻ്റെ വേരിയേഷൻ നമുക്കുണ്ട്. അപ്പോൾ ലിവർപൂളായിട്ട് എത്തിപ്പിടിക്കണം. അവരെപ്പോഴെങ്കിലും സ്ലിപ്പ് ആകുമ്പോൾ നമുക്ക് അവരായിട്ട് എത്തിപ്പിടിക്കാൻ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റണം. 2 സ്ട്രൈക്കിംഗ് ഓപ്ഷൻ ഉണ്ടായിട്ട് ഇതുവരെ പറ്റാത്തൊരു കാര്യം ഇനി വേണം ചെയ്യാനായിട്ട്. അതും ജീസസ് പോയതിന് ശേഷം കായ് ഹാവേർട്സിനെ വെച്ച് മാത്രം. അതിൻ്റെ കൂടെ തന്നെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും കളിക്കണം. സോ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് ഉറപ്പായിരുന്നു പ്ലെയറിന് ആ ഒരു ഫോം കീപ്പ് ചെയ്യാൻ. ഓൾറെഡി ആ ഒരു പ്ലെയർ ആ കാര്യം ഈ ഒരു സീസണിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തൊരു കാര്യമാണ്. സോ അത് കണ്ണടച്ച് കുറ്റവും പറയുന്നില്ല ആ പ്ലെയറിന് ആ കാര്യത്തിൽ. സോ ആ ഒരു ഇതിൻ്റെ ഇടയിൽ പ്ലെയറിൻ്റെ ഫിറ്റ്നസ്സും ഒരു പ്രശ്നമാവില്ലേ എന്ന് ഒരുപാട് ഫാൻസ് കൺസേണിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഫാൻസ് ആയാലും പണ്ഡിറ്റ്സ് ആയാലും മീഡിയ റിപ്പോർട്ട്സിലായാലും എല്ലാത്തിലും കൺസേണിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കായ് ഹാവേർട്സിന് ഫിറ്റായിട്ട് ഇരിക്കാൻ പറ്റുമോ ഇനിയുള്ള 3-4 മാസം, വളരെ ക്രൂഷ്യലായുള്ള സമയത്ത് ഫിറ്റായിട്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മൂവ്മെൻറ്റ് ആർസണൽ നടത്തണ്ടേ എന്ന് ചോദ്യങ്ങൾ ഉയർന്നതാണ്. പക്ഷേ ഇല്ല,
എന്ത് വെച്ചാലും ഒരു ന്യായമുണ്ട്. നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയാലും ഈ പ്രൊജക്റ്റിന് ചേരുന്ന പ്ലേയേഴ്സിനെ ആർസണൽ കൊണ്ടുവരുള്ളൂ. എനിക്കറിയാൻ പാടില്ല റഹീം സ്റ്റെർലിംഗ് ഒക്കെ ഏത് പ്രൊജക്റ്റിന് ചേരുന്ന പ്ലെയർ ആണെന്ന്, ഒരു ഐഡിയ ഇല്ല. ഒരു ലോൺ സൈനിങ്ങിൽ പോലും ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനുള്ള ഒരു അർജൻസി ആർസണൽ മാനേജ്മെന്റിന് എന്തുകൊണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ, അതും ജനുവരി ട്രാൻസ്ഫർ തുടങ്ങുന്ന സമയത്താണ് ഗബ്രിയേൽ ജീസസിന് ഇഞ്ചുറി വരുന്നത്, എന്നിട്ട് പോലും ഒരു സൈനിങ്ങിനെ ഷോർട്ട് ടൈം ഫിക്സ് എന്ന് പറയുന്നത് അത്ര മോശം വാക്കാണെന്ന് എന്തുകൊണ്ടാണ് ആർസണൽ മാനേജ്മെന്റിന് തോന്നുന്നത്, അല്ലെങ്കിൽ ആർസണൽ കോച്ചിന് തോന്നുന്നത്? എനിക്കറിയില്ല അതിനകത്ത് ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്, ആർട്ടറ്റനെ ബ്ലെയിം ചെയ്യണോ അതോ ആർസണൽ മാനേജ്മെന്റിനെ ബ്ലെയിം ചെയ്യണം? ഇൻസൈഡ് സ്റ്റോറീസ് നമുക്കറിയില്ല. ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്തെങ്കിലും കുറ്റവാളി എന്ന് ഉറപ്പാണ്. ഒരു ഷോർട്ട് ടൈം ഫിക്സ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് മോശപ്പെട്ട വാക്കാണോ ഒരു ഫുട്ബോൾ ക്ലബ് മാനേജ്മെന്റിൽ? എനിക്കറിയാൻ പാടില്ല. എനിവേ, ഇനിയിപ്പോൾ നമ്മുടെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് ഇനിയിപ്പോൾ വേറെ പ്രതീക്ഷകൾ. ഞാൻ ഓൾറെഡി ജനുവരി ട്രാൻസ്ഫറിൻ്റെ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്തില്ല. കായ് ഹാവേർട്സ് ആയിരിക്കും നമ്മുടെ സോളോ സ്ട്രൈക്കറായിട്ട് കളിക്കുക എന്നുള്ള ഒരു തീരുമാനം ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി പ്രതീക്ഷ ഏറെക്കുറെ ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇഞ്ചുറി കൂടി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി പ്രതീക്ഷ വെക്കുന്നതിൽ കാര്യമില്ല. അതിന് ഒരുപാട് പേര് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും അലക്സെ, കുറച്ചും കൂടി ടീമിന് കുറച്ചുകൂടി വിശ്വാസം. നമ്മൾ എന്താ ഈ പോസിറ്റിവിറ്റി എന്ന് വെച്ചിരിക്കുന്നത്? എന്താ കണ്ണിന് മുമ്പിൽ കാണുന്ന പോസിറ്റീവ് കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നതാണ് പോസിറ്റിവിറ്റി, അല്ലാണ്ട് കണ്ണടച്ച് പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കണ്ണിന് മുമ്പിൽ കാണുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു സീസണിലേക്ക് ഇനി പ്രീമിയർ ലീഗിലേക്ക് ഞാൻ വലിയൊരു എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യത്തിൽ ആ വഴിക്ക് നമ്മൾ ആർസണൽ ഫാൻസ് മിണ്ടാൻ പോരുത്, ആ വഴിക്ക് മിണ്ടരുത്. എന്ത് മത്സരം എങ്ങനെ വരുന്നോ, എന്ത് റിസൾട്ട് കിട്ടുന്നോ അതും മേടിച്ച് എമിറേറ്റ്സിലേക്ക് തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. വേറെ ഒരു രീതിയിൽ പ്രതീക്ഷയും ചാമ്പ്യൻസ് ലീഗിലും വെക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ആ ഒരു ലെവലിൽ കളിക്കാൻ പറ്റിയൊരു സ്ട്രൈക്കറോ ഒരു ഫ്രണ്ട് ത്രീ പോലും നമുക്കിപ്പോൾ പ്രസൻറ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റ് ഫ്രണ്ട് ലൈൻ ഇഞ്ചുറി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബുക്കായോ സാക്ക ഓൾറെഡി ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് പോയി. അദ്ദേഹം മാർച്ചിൽ തിരിച്ചു വരുമെന്നാണ്, ചാമ്പ്യൻസ് ലീഗിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഫൈൻ, മാർച്ച് ഫസ്റ്റ് വീക്ക് കഴിയുമ്പോഴേക്കും തിരിച്ചെത്തുമെന്നാണ് പറയുന്നത്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ഈ അടുത്ത് ഇഞ്ചുറി ആയിരിക്കും, ഹാംസ്ട്രിങ് ഇഞ്ചുറി, അത് ഒരു മാസത്തേക്ക് ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഗബ്രിയേൽ ജീസസ് ഓൾറെഡി ഇഞ്ചുറിയാണ്, നേരത്തെ പറഞ്ഞ ACL ഇഞ്ചുറി, ഔട്ട് ഫോർ ദ സീസണാണ്. കായ് ഹാവേർട്സ് ഇപ്പോൾ അഗൈൻ ഹാംസ്ട്രിങ് ഇഞ്ചുറി, ഔട്ട് ഫോർ ദ സീസണായി. നമ്മുടെ ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ആരാന്നറിയോ? ഈതൻ ന്യോനറി, 17 വയസ്സുള്ള അക്കാഡമി പ്രൊഡക്റ്റായ ഈതൻ ന്യോനറിയും ട്രൊസാർഡും റഹീം സ്റ്റെർലിംഗ്, ഈ 3 പേരുമാണ് ആർസണലിൽ ഫ്രണ്ട് ത്രീ ഇപ്പോൾ കളിക്കാൻ ആപ്റ്റായിട്ട് ഫിറ്റായിട്ട് ഫസ്റ്റ് ടീമിനുള്ളൂ എന്നുള്ളതാണ്. സോ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുന്നതിൽ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കുറയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചോദ്യം ഉയരാൻ തന്നെ ചെയ്യണം, ആർസണലിൻ്റെ സീസൺ അവസാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ വലിയ പാടാണ്. അതിനകത്ത് വല്ലാത്തൊരു സങ്കടം എന്താണെന്നറിയോ? കായ് ഹാവേർട്സ് പോലൊരു പ്ലെയർ ഇഞ്ചേർഡ് ആയി കഴിഞ്ഞപ്പോൾ ആർസണലിൻ്റെ സീസൺ അവസാനിച്ചു എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ആർസണലിന് ഇനി നിൽക്കുന്ന ഓപ്ഷൻസ് എന്താണ് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് എന്ന് നോക്കി കഴിഞ്ഞാൽ കറൻ്റ്ലി നമുക്ക് വേണമെങ്കിൽ ലിയോനാർഡോ ട്രൊസാർഡിനെ ആ ഒരു പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഫാൾസ് 9 നമ്പർ 9 പൊസിഷനിലേക്കൊക്കെ അദ്ദേഹത്തിന് കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതാണ്. ട്രൊസാർഡിന് ആർസണൽ ടീമിൽ തന്നെ ആ ഒരു പൊസിഷനിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ റഹീം സ്റ്റെർലിങ്ങിൻ്റെ കാര്യം ഒരു വിദൂര സാധ്യതയായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ആ പ്ലെയറിന് അത്യാവശ്യം സെൻട്രലിൽ കളിച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് കരിയറിലുണ്ട്. സോ മേ ബി അദ്ദേഹത്തിന് വിങ്സ് കോംപ്രമൈസ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം മിക്കൽ ആർട്ടറ്റ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ചിലപ്പോൾ ഉള്ള മത്സരങ്ങൾ റഹീം സ്റ്റെർലിംഗും ആ ഒരു സെൻട്രൽ റോളിൽ ക്യാമിയോ റോളിലൊക്കെ കണ്ടെന്ന് വരാം പിന്നെ മറ്റുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മിഡ്ഫീൽഡ് പ്ലെയറെ ഒരു ഫാൾസ് 9 ആയിട്ടൊക്കെ ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാമിനെ അൻസലോട്ടിയൊക്കെ റയൽ മാഡ്രിഡിൽ കളിപ്പിച്ച പോലെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ മിക്കൽ ആർട്ടറ്റ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. കാരണം അതിനൊതുങ്ങുന്നൊരു പ്ലെയറും ആർസണലിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. കാരണം എനിക്ക് ഒഡഗാർഡിനെ ഒന്നും ആ ഒരു പൊസിഷനിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. ആൻഡ് മിക്കൽ മറീനോ, റൈസ് ഒന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ അവർ വെറുതെ പറയുമ്പോൾ സാധ്യതയായിട്ട് പറയാം. ഇനി മറ്റൊരു മേജർ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഹാലൻഡിലേക്ക് തിരിയുക, അക്കാഡമി ഗ്രാജുവേറ്റ്സിലേക്ക് തിരിയുക എന്നുള്ളതാണ്. സോ അക്കാഡമി പ്ലെയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട്, 22 വയസ്സുള്ള ഒരു സ്ട്രൈക്കറിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. നെയ്തൻ ബട്ട്ലർ ഓയിഡെജി എന്ന് പറയുന്ന 22 വയസ്സുള്ള സ്ട്രൈക്കറിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ആൾ ഹാലൻഡ് അക്കാഡമി ഗ്രാജുവേറ്റ് ആണ്. 2 6 മന്ത് ലോൺ സ്പെന്നിന് ഇതിനു മുമ്പ് കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ അക്രിങ്ടൺ, സ്റ്റാൻലി, അതേപോലെ ചെൽട്ടൻ ഹാം എന്ന് പറയുന്ന 2 ക്ലബിലേക്ക് ഇതേ ലോണിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഗോളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ പ്രീമിയർ ലീഗ് 2 സീസണിൽ 7 ഗോളും 6 അസിസ്റ്റായിട്ടൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതേപോലെ ആർസണലിൽ ഇത്തവണ ഇഞ്ചുറി കൺസേൺസ് ഒരുപാട് ഉണ്ടായ കാരണം ഈ സീസണിൽ പല വട്ടങ്ങളിൽ ബെഞ്ചിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടിരുന്നു. ആൻഡ് ആർസണൽ ഡെബ്യൂ ഇദ്ദേഹം നടത്തിയത് ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ
ഇക്കഴിഞ്ഞ ഗ്രൂപ്പ് ഫേസിൽ ഡൈനാമോക്കെതിരെ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാണ് ആർസണൽ ഡെബ്യൂ താരം ഫസ്റ്റ് ടീമിൽ പുറത്തെടുത്തത്, ഇദ്ദേഹത്തിന് അവസരം കിട്ടിയത്. സോ ഈ ഒരു പ്ലെയറിൻ്റെ പേര് അധികം എടുത്ത് കേൾക്കുന്നുണ്ട്. സോ മിക്കേൽ ആർട്ടറ്റ ഈ ഒരു യങ്സ്റ്ററിൽ വിശ്വാസം അർപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു പോസിബിൾ സാധ്യത എന്ന് പറയുന്നത് ഫ്രീ ഏജൻറ്റ് മാർക്കറ്റാണ്. ഫ്രീ ഏജൻസായിട്ട് ഒരുപാട് സ്ട്രൈക്കേഴ്സ് ഇപ്പോഴും അലിഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ടൈം ഫിക്സ്, അതാണ് കറക്റ്റ്. ഷോർട്ട് ടൈം ഫിക്സ് എന്ന് പറഞ്ഞ വാക്ക് അവിടെയാണ് വരുന്നത്. കറക്റ്റായിട്ട് ഷോർട്ട് ടൈം ഫിക്സിന് പറ്റിയ കുറേ സ്ട്രൈക്കേഴ്സ് ഫ്രീ ഏജൻറ്റ് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഒന്നും നമ്മുടെ പ്രൊജക്റ്റിന് ചേരുന്നതായിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഏരിയ കവർ ചെയ്യാനൊരു സ്ട്രൈക്കറെ കിട്ടുമെന്നുള്ളതാണ്. സോ അവിടെ ഇപ്പോൾ ഒരുപാട് പേരുകൾ പറഞ്ഞേക്കുന്നത് ഡിയേഗോ കോസ്റ്റ, മാക്സി ലോപ്പസ്, ബെൻ യെഡർ, മരിയാനോ ഡിയാസ്, അങ്ങനെ ഒരുപാട് കളിക്കാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആർസണൽ അവരുടെ ആരെങ്കിലും പിറകെ പോകുമോ എന്നുള്ളത് കണ്ടതാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് സ്ട്രൈക്കിങ്ങിൽ നമുക്കുള്ളൊരു ഓപ്ഷൻസ്. നമ്പർ 9 പൊസിഷൻ കവർ ചെയ്യാനായിട്ട് ആർസണലിൽ ഇപ്പോൾ ഉള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം മിക്കേൽ ആർട്ടറ്റ അഡാപ്റ്റ് ചെയ്യണം. അത് മിക്കേൽ ആർട്ടറ്റയുടെ ട്രാക്ക് റെക്കോർഡ് അറിയാവുന്നവർക്ക് അറിയാം, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ലെറ്റ്സ് സീ എന്താണ് ആർസണലിന് ഈ ഒരു സീസണിൽ ഇനി കിട്ടാൻ പോകുന്ന സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത്, ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആർസണൽ ഫാൻസ് കാത്തിരുന്ന് കാണാം. സോ ഫസ്റ്റ് മത്സരം വരുന്ന ലെസ്റ്റർ സിറ്റിക്കെതിരെയാണ് ഈ ശനിയാഴ്ച വരുന്നുണ്ട്. അതിനുശേഷം വെസ്റ്റ് ഹാമിനെതിരെ മത്സരം വരുന്നു. അതിനൊക്കെ ശേഷം കുറച്ച് ടഫായിട്ടുള്ള മത്സരങ്ങളൊക്കെ വരുന്നത്. യുണൈറ്റഡ് ആയിട്ടൊക്കെ മത്സരം വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. സോ അതിനൊക്കെ മുമ്പ് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക അത്രയും നല്ലത്. ആദ്യം ആരോ തമാശയ്ക്ക് വിമർശിച്ചതാണെങ്കിലും പിന്നീട് യാഥാർത്ഥ്യമായിട്ട് വളരെ ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആർസണൽ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീസൺ പോലെയാണ് എപ്പോഴും അടുത്ത സീസണിലേക്ക് കാത്തിരിക്കണം എന്ന് പറയുന്നത്. സോ ഏറെക്കുറെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സീസണിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ മിക്കവാറും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇൻവോൾവ്മെൻറ്റ് നടത്താഞ്ഞത് വലിയ പ്രശ്നമായെന്ന് ഇപ്പോൾ ഫാൻസിൻ്റെ ഭാഗത്ത് രൂക്ഷമായ വിമർശനം മാസ്റ്റർ മാനേജ്മെൻറ്റ് നേരിടുമ്പോൾ പതുക്കെ PR വർക്ക് സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് സീസണിലെ സൈനിങ്സിനെ കുറിച്ച്. സുബിമെൻഡിനെ കൊണ്ടുവരും, അതിപ്പോൾ അടുത്തൊരു ഗോൾ കീപ്പറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇസാക്കിനെ കൊണ്ടുവരും, ഞങ്ങൾ സെസ്കോനെ കൊണ്ടുവരും, ഞങ്ങൾ ഗോയിക്കേഴ്സിനെ കൊണ്ടുവരും എന്ന രീതിയിലുള്ള PR കാര്യങ്ങളും റിപ്പോർട്ട്സെല്ലാം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആർസണൽ ഫാൻസ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, അടുത്ത സീസണിലേക്കുള്ള ബിൽഡപ്പ് അല്ലാതെ ഈ സീസൺ പതിയെ നിങ്ങളങ്ങോട്ട് മറന്നോളി മക്കളെ എന്ന് ആർസണൽ മാനേജ്മെൻറ്റ് പറയാതെ പറയുന്നതാണ് നമ്മൾ ആർസണൽ ഫാൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അധികം അവൻ ശ്രദ്ധിക്കാതെ വിടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസൺ അവസാനിക്കുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ പോലും വിൻ ചെയ്യാതെ അഗെയിൻ ഒരു ട്രോഫിലെസ് സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിനൊരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുമോ എന്നുള്ളതാണ് വല്ലാത്തൊരു അടുത്തൊരു പേടി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ക്ലബിൽ നമ്മുടെ ഫസ്റ്റ് ടീമിൽ തന്നെ നിരവധി പൊസിഷനിൽ ടോപ്പ് ടാലൻറ്റഡ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്, എമേർജിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. സോ ഈ പ്ലേയേഴ്സ് എല്ലാം ഇനിയും ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിച്ച് നിൽക്കുമോ ഈ ഒരു സീസൺ കൂടി ട്രോഫിലെസ് ആയി പോയി കഴിഞ്ഞാൽ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. സോ സീസൺ അവസാനിക്കുമ്പോൾ അങ്ങനെ ഒരു ഹിഡൻ ത്രെറ്റും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം മാസ്റ്റർ ഫാൻസ്. സോ എനിവേ എന്നെ സംബന്ധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രീ ഏജൻറ്റ് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുക, ഒരു ഷോർട്ട് ടൈം ഫിക്സ് ആയിട്ട് സൈൻ ചെയ്യുക, ആ പ്ലെയർ ഒന്ന് ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തെങ്കിലും ടോപ്പ് 4 ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നേടി ഈ ഒരു സീസൺ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് റിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് തൽക്കാലം മറക്കുക എന്നുള്ളതാണ് എന്നെ. അതേപോലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യം മിണ്ടാതിരുന്ന കളിയാണ്. വലിയ എക്സ്പെക്റ്റേഷനൊന്നും വെക്കാതെ കളി കാണാൻ അവസാനിക്കും. അത് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയാൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെയും എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതല്ല. നമുക്ക് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ പറ്റി എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട്. കണ്ണടച്ച് പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ നോക്കരുത് എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് നോക്കാം എന്ത് തരത്തിലുള്ള സൊല്യൂഷനാണ് ആർസണൽ കണ്ടുപിടിക്കുമോ എന്നുള്ളത് കണ്ടറിയാം ഗൈസ്. സോ ഞങ്ങൾ ആർസണൽ ഫാൻസിൻ്റെ വിഷമത്തിൽ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ വന്ന് പങ്കുചേരുക. നമ്മുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ സൊല്യൂഷൻസ് മാനേജ്മെൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല എന്തൊക്കെ രീതികളിൽ കണ്ടെത്താമെന്നുള്ളത് ഞങ്ങൾ ആർസണൽ ഫാൻസ് താഴെ കമൻറ്റ് സെക്ഷനിലൊക്കെ രേഖപ്പെടുത്തുക. ആൻഡ് അതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് ഇനിയും കാണാം. ഓക്കെ ഗൈസ്, ബൈ, ഹാവ് എ നൈസ് ഡേ.